എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉഗാണ്ടയിലെ ചില കാഴ്ചകളിലേക്കാണ്. ജനസംഖ്യയുടെ 30% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായതിനാൽ ഉഗാണ്ട ദരിദ്ര രാജ്യങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നാം വിചാരിക്കുന്ന പോലെയുള്ള ഉഗാണ്ടയല്ല ഇവിടെ കാണുന്നത്. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു ഭൂപ്രദേശമാണ് ഉഗാണ്ട, റിപ്പബ്ലിക് ഓഫ് ഉഗാണ്ട. രാജ്യത്തിൻ്റെ അതിർത്തി കിഴക്ക് കെനിയയും വടക്ക് ദക്ഷിണ സുഡാനുമാണ്. ഇതിൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും മഞ്ഞുമൂടിയ റുവൻസോറി പർവ്വതനിരകളും വിശാലമായ വിക്ടോറിയ തടാകവും അപൂർവ ഇനം പക്ഷികളും ചിമ്പാൻസികളും ഇവിടെ കാണാം. 43 മീറ്റർ ഉയരമുള്ള വെള്ളച്ചാട്ടത്തിനും ഹിപ്പോ പോലുള്ള വന്യജീവികൾക്കും പേരുകേട്ടതാണ് മർച്ചിസൺ ഫാൾസ് നാഷണൽ പാർക്ക്. മസിൻഡിൽ നിന്ന് പക്വാച്ച് കഴിഞ്ഞ് അർവയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ മർച്ചിസൺ ഫാൾസ്. ആനകളെ തൊട്ടടുത്ത് കാണാം. റോഡിൻ്റെ ഇരു സൈഡിലും നാഷണൽ പാർക്കാണ്. 1978 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ നാഷണൽ പാർക്കിൽ ആഫ്രിക്കൻ ആന, എരുമ, ഉഗാണ്ടൻ കോബ്, ഹിപ്പോപ്പൊട്ടാമസ്, ടോപ്പി, വാട്ടർബഗ്, വാർത്തോഗ്, ഭീമൻ ഫോറസ്റ്റ് ഹോഗ്, നൈൽ മുതല, പുള്ളിപ്പുലി, പുള്ളിഹൈന, ചിമ്പാൻസി, സിംഹം എന്നിവയുൾപ്പെടെ സമൃദ്ധമായ വന്യജീവികൾക്ക് പേരുകേട്ടതാണ്. മൊത്തത്തിൽ 95 സസ്തനികളും 600-ലധികം പക്ഷിയിനങ്ങളും ഈ പാർക്കിലുണ്ട്.
കിളിക്കൂടാണ്. നാഷണൽ പാർക്കിൻ്റെ റോഡ് സൈഡിലെ കിളിക്കൂട്ടിൽ നിന്നും കിളികൾ പറക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നോ. ഇത് സഫാരി ലോഡ്ജ്. ഇതുപോലെ ഒരുപാട് ലോഡ്ജുകൾ കാണാം. 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റിയാണ് ഇവിടെയുള്ളത്. നല്ല എക്സ്പെൻസീവുമാണ്. യൂറോപ്യൻസിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കാടിനകത്തുള്ള താമസം പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. സീസണിലൊക്കെ ഇവിടെ നല്ല ചാർജ് വരും. ഇത് നല്ല പച്ച മുരിങ്ങക്കായ ഇവിടെ നിറച്ചുണ്ടായിരിക്കുന്നത് കാണാം. കുറച്ച് പൈസ കൊടുത്താൽ അവർ എത്ര വേണമെങ്കിലും നമുക്ക് പൊട്ടിച്ചു തരും. ഇവിടെ ചക്കയും ധാരാളമുണ്ട്. ഇവിടെ 2 വീലർ, ഒമിനി എന്നിവയാണ് ടാക്സിയായി ഉപയോഗിക്കുന്നത്. ഓട്ടോറിക്ഷ വല്ലപ്പോഴുമേ കാണൂ. 2 വീലർ ഓടിക്കുന്ന ആൾ മിക്കവാറും പെട്രോൾ ടാങ്കിൻ്റെ മുകളിലാണ് കയറിയിരിക്കുക. ഒരുവിധം എല്ലാ സാധനങ്ങളും 2 വീലറിലാണ് കൊണ്ടുപോകുന്നത്. പശുക്കുട്ടിയെ വരെ ഇടയിൽ വെച്ച് ഇവർ കൊണ്ടുപോകുന്നത് കാണാം. 5 പേരൊക്കെ ഒരു വണ്ടിയിൽ കയറും. ഫോർട്ട് പോർട്ടിൽ നിന്ന് കമ്പാലയിലേക്കുള്ള യാത്ര. ഇരു സൈഡിലും തേയിലത്തോട്ടങ്ങൾ കാണാം. ഇവിടെ സ്ഥലത്തിന് അധിക വിലയൊന്നുമില്ല. ഉള്ളിലേക്ക് പോകുന്തോറും 1 ലക്ഷത്തിന് 2-3 ഏക്കറൊക്കെ ലഭിക്കും. മലയാളികൾ ചിലർ ഇവിടെ സ്ഥലമെടുത്ത് ഫാം നടത്തി വരുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരും ചൈനക്കാരും ഒക്കെ ഇവിടെ ഫാമിംഗ് നടത്തി വരുന്നുണ്ട്. ഉഗാണ്ടയുടെ ക്യാപിറ്റലാണ് കമ്പാല. അവിടെ സ്ഥലത്തിനൊക്കെ നല്ല വിലയുണ്ട്. അവിടെ നിറച്ചും കെട്ടിടങ്ങളാണ്. ബാക്ക് സൈഡിൽ താഴ്വാരങ്ങൾ. പാറ്റയെ കിട്ടാൻ വേണ്ടി ഇവർ ചിതൽപുറ്റ് വളർത്താറുണ്ട്.
ഇവർ പ്രധാനമായും കഴിക്കുന്നത് പച്ചക്കായ പുഴുങ്ങിയതും പഴവുമാണ്. വാഴ കൃഷിയിൽ ലോകത്തിലെ തന്നെ 2ാം സ്ഥാനം ഉഗാണ്ടയ്ക്കാണ്. പച്ചക്കായ പുഴുങ്ങി കപ്പലണ്ടി അരച്ചത് ചേർത്ത് ഉണ്ടാക്കുന്ന മട്ടോക്കെ ഇവരുടെ പ്രധാന ബ്രേക്ക്ഫാസ്റ്റാണ്. കൊള്ളിക്കിഴങ്ങൊക്കെ ഇവിടെ നന്നായി വളരും. വലിയ മരക്കഷ്ണങ്ങളാണെന്ന് തോന്നുന്നു കണ്ടുകഴിഞ്ഞാൽ. കൊള്ളിക്കിഴങ്ങ് മാത്രമല്ല, എന്ത് നട്ടാലും ഈ മണ്ണിൽ നന്നായി ഉണ്ടാകും. ചോളപ്പൊടി കുറുക്കിയതും മത്തങ്ങ, മധുരക്കിഴങ്ങ് എന്നിവ പുഴുങ്ങിയതുമാണ് കഴിക്കുക. ചിക്കൻ, ഫിഷ് എന്നിവ കനലിൽ ചുട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. എരിവ് അധികം ചേർക്കില്ല. പൈനാപ്പിളിനൊക്കെ ഒരു ഇത് ജിഞ്ച ബ്രിഡ്ജ്, നൈൽ നദിയെ ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജ്. കമ്പാല കഴിഞ്ഞാൽ 2ാമത്തെ തിരക്കുള്ള വലിയ കൊമേഴ്സ്യൽ സെൻ്ററാണിത്. ഉഗാണ്ടക്കാരുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. മിക്ക വിദ്യാസമ്പന്നരായ ഉഗാണ്ടക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ബന്തു, സെൻട്രൽ സുഡാനിക്, നിലോട്ടിക്, സ്വാഹിലി ഒപ്പം ലുഗാണ്ടയും വ്യാപകമായി സംസാരിക്കപ്പെടുന്നു. ജനസംഖ്യയുടെ 82% ക്രിസ്ത്യാനികളാണ്, 14% മുസ്ലിങ്ങളും. ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗവും പരമ്പരാഗത മതങ്ങൾ അനുഷ്ഠിക്കുന്നു. കിഴക്കൻ ആഫ്രിക്കയിലെ റുവാണ്ട, ടാൻസാനിയ, കെനിയ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉഗാണ്ടയാണ് ഏറ്റവും താങ്ങാനാവുന്ന സഫാരി ഡെസ്റ്റിനേഷൻ. പാചക എണ്ണ, ഇന്ധനം, ലിക്വിഡ് സോപ്പ്, റൊട്ടി, അരി തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നതിൽ ഉഗാണ്ടയിലെ കുടുംബങ്ങൾ കാര്യമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇമ്പോർട്ടഡ് ഐറ്റംസ് ആയതിനാൽ വില വളരെ കൂടുതലാണ്. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 1000 രൂപ കൊടുക്കണം. 1 കിലോ മട്ട അരി ലഭിക്കണമെങ്കിൽ 250 രൂപയും. ഇവിടത്തെ കറൻസി ഷില്ലിംഗ് ആണ്. 100, 200, 500, 1000, 2000, 5000, 20,000, 50,000 എന്നിങ്ങനെയാണ് ഷില്ലിംഗ് വരുന്നത്. കൂടുതൽ ഉഗാണ്ടൻ വിശേഷങ്ങളുമായി ഇനിയൊരിക്കൽ കാണാം. താങ്ക് യു.